നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത്. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം പോയത്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് പോയി കണ്ടത്. ഒരു ക്രൈം ത്രില്ലറാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടി പോയത്. ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 3-4 പ്രധാനപ്പെട്ട താരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരുവിധം പുതിയ ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ അധികം സിനിമയിൽ നിന്നും കാണാത്ത ആൾക്കാരാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഈ സിനിമയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ഒരാളുടെ സാന്നിധ്യം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമാണ്. മറ്റാരുമല്ല, സിന്തറ്റിക് ഡ്രഗ്സ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രാസലഹരികളുടെ ഒരു പ്രളയം തന്നെ ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. സിനിമയുടെ ആദ്യം മുതൽ ആ സിനിമയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്കെല്ലാം ആധാരമായി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ബസ്സിൽ ഒരു യുവാവും 2 യുവതികളും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സീൻ കാണിക്കും. ആ സീനിൽ തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് ആ സിനിമയിലെ കഥ നിയന്ത്രിക്കുന്നത്. അവസാനം വരെ അത് സംബന്ധിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പീഡന രംഗങ്ങളുണ്ട്. രാസലഹരികൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അത് വരുത്തിവെക്കുന്ന വിനകൾ, അത് മറ്റ് സ്ത്രീ പീഡനങ്ങളിലേക്ക്, ലൈംഗിക പീഡനങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ, കൊലപാതകങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ, ബ്ലാക്ക് മെയിലുകൾ, അതോടൊപ്പം തന്നെ വിവാഹ മോചനം, ഗുണ്ടായിസം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഈ രാസലഹരി, ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് അത് തുടർന്നു പോകുന്ന ഒരു കഥയാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ പറയുന്നത്. എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് കുറച്ച് നന്മയൊക്കെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. ഇതിൻ്റെ കഥ മുഴുവൻ പറയുന്നില്ല. ഒരു സൈഡ് നോക്കിയാൽ ഈ രാസലഹരികൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് പറയുന്നു. അത് എവിടെയൊക്കെ ബാധിക്കും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, മറ്റുള്ളവരുടെ കുടുംബത്തിൽ നമ്മൾ പോലും അറിയാത്ത പല പല സംഭവങ്ങളിലേക്ക് അതിൻ്റെ വ്യാപ്തി കൂടുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയ ചിന്തകൾ, ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പിന്നെ ഈ സിനിമയിൽ ആ തുടക്കം മുതൽ ഒടുക്കം വരെ കാണിക്കുന്ന ആ ഒരു സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം, അമിതമായ ഉപയോഗം, ചില പ്രാവശ്യം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നൊരു സംശയം പോലും നമുക്ക് ഉണർത്തും. കാരണം വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് കാണിക്കുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതില്ല. എന്തായാലും സിനിമ കഥ സ്റ്റോറി ബേസ് മനോഹരമാണ്. എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഉപയോഗത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് അവരുടെ ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നിരവധി സംഭവങ്ങൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഡ്രഗ്സ് ഉപയോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളെ ഉണ്ടാകില്ല എന്നുള്ളൊരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാൻ നടക്കുന്ന കഴുകന്മാരെ തിരിച്ചറിയുക. ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് കൊടുത്ത് പെൺകുട്ടികളെ വലയിലാക്കി അവരെ പീഡിപ്പിക്കുക, അവരുടെ നഗ്നചിത്രങ്ങൾ എടുക്കുക, അത് പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെൺകുട്ടികൾ വഴുതി വീഴാതിരിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിത്രം കൂടിയായിട്ട് എനിക്ക് തോന്നി. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാരണം മൂലം, ഈ ഒരു ഡ്രഗ്സിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ മൂലം അവരുടെ കുടുംബജീവിതം വേർപിരിയുന്ന ഘട്ടത്തിൽ വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നിരവധി തലങ്ങളിൽ കൂടി ഒന്ന് ടച്ച് ചെയ്താണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ സിന്തറ്റിക് ഡ്രഗിൻ്റെ, മയക്കുമരുന്നിൻ്റെ അതിപ്രസരം ഈ സിനിമയിലുണ്ട്. അത് ഒരു പോരായ്മയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. അത് കാണുന്നവർക്ക്, പല ആംഗിളിൽ എടുക്കുന്നവർക്ക് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും സ്റ്റോറി ബേസ് നല്ല സ്റ്റോറിയാണ്. പടം മേക്ക് ചെയ്തിരിക്കുന്നത് വളരെ ബെറ്ററായിട്ടാണ്, നന്നായിട്ടാണ്. കുഞ്ചാക്കോ ബോബൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്.
ബാക്കി എല്ലാവരും തങ്ങളുടെ കഥാപാത്രത്തോട് നീതി പുലർത്തിയ. ഡ്രഗ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡ്രഗ്സ് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ത്രൂ ഔട്ട് ഈ ഡ്രഗ്സ് ഉണ്ടായതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് തെറ്റു പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.